ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുബീസ് കിച്ചൺ. ഇന്ന് ഞാൻ കുട്ടികൾക്കുള്ള ടിഫിൻ ബോക്സ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് 4 തരം ഒരു ടിഫിൻ ബോക്സ് റെഡിയാക്കി നോക്കാം. ആദ്യം തന്നെ ഞാനൊരു കുട്ടി ദോശ റെസിപ്പിയുമായാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഈ കുട്ടി ദോശ ഉണ്ടാക്കാനായി ആദ്യം നമുക്കൊരു ദോശ ബാറ്ററൊക്കെ എടുത്ത് വെച്ച് നമ്മുടെ ദോശ പാനി വെച്ച ശേഷം ഇതേപോലെ ഓരോ കുട്ടി ദോശകൾ ഉണ്ടാക്കി വെക്കാം. ഈ കുഞ്ഞു ദോശകൾ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് കഴിക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. സാധാ നോർമൽ ദോശ തയ്യാറാക്കുന്നത് പോലെ ഈ കുഞ്ഞു ദോശയുടെ മുകളിലായി കുറച്ച് ഓരോ സ്പൂണ് നെയ്യും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സാധാ പോലെ തന്നെ നമുക്ക് ഒന്ന് മറിച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ എല്ലാ കുട്ടികളും വെറൈറ്റി ഫുഡ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും അല്ലേ? അതേപോലെ തന്നെ നമുക്കും വെറൈറ്റി ഫുഡ് തയ്യാറാക്കി കൊടുക്കാനും ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുപോലെ നമ്മുടെ കുട്ടികൾ ലഞ്ച് ബോക്സ് എല്ലാം കാലിയാക്കി വരുമ്പോൾ അവരെക്കാളും കൂടുതൽ നമ്മളായിരിക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാകുക. ഇത് ഞാനിപ്പോൾ കുഞ്ഞു ദോശയെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാനൊരു വേറൊരു പാനി വെച്ച് അതിലോട്ട് ഓയിൽ ഒഴിച്ച ശേഷം ഒരു സ്പൂണ് കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടി വന്ന ശേഷം ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഈ കുഞ്ഞു ദോശകളെല്ലാം അതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ എല്ലാ സൈഡിലോട്ടും ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഈ പൊടികളെല്ലാം വരുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മറിച്ചും തിരിച്ചും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ നമുക്കിതൊന്ന് 1/2 മിനിറ്റ് നേരം ഇതേപോലെ ഒന്ന് തയ്യാറാക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ നമ്മുടെ ആദ്യത്തെ ടിഫിൻ ബോക്സ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഞാനിതാ ടിഫിൻ ബോക്സിലോട്ട് അതൊന്ന് സെർവ് ചെയ്തെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ടിഫിൻ ബോക്സ് റെസിപ്പിയാണത്. നിങ്ങൾ ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വേഗത്തിൽ തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇതിനൊരു ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാകും. ഇനി ഇതാണ് രണ്ടാമത്തെ ടിഫിൻ ബോക്സ് റെസിപ്പിയാണ് കാണിക്കുന്നത്. കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു ഉണ്ണിയപ്പം പോലെ തോന്നും. ഉണ്ണിയപ്പം ഒന്നുമല്ല, ഇതൊരു പണിയാരമാണ്. ദോശമാവ് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു പണിയാരം. അതിനായി ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു പാനി വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിയ ശേഷം ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഒരു 2 ക്യാരറ്റും ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കാബേജ്, അതായത് കുറച്ച് കാബേജ്, ഇതിന് ക്വാണ്ടിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി വേണ്ടത് 1/2 ടീസ്പൂണ് സാമ്പാർ പൊടിയാണ്. പിന്നെ 1 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് ഞാൻ ആവശ്യത്തിന് ഇത് ഇളക്കിയെടുക്കുന്നുണ്ട്. എരിവ് കൂടുതലായിട്ടൊന്നും ഇട്ട് കൊടുക്കേണ്ട, കാരണം ഇത് കുട്ടികൾക്കുള്ള റെസിപ്പിയാണല്ലോ. നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം അതൊന്ന് മാറ്റി വെച്ച് നമ്മുടെ ദോശമാവിലോട്ട് ഇട്ട് കൊടുക്കാം. ദോശമാവ് നേരത്തെ തയ്യാറാക്കി വെക്കാം നമുക്ക്. ഇനി അതിലോട്ട് ഈ കൂട്ടും കൂടി ഒന്ന് തയ്യാറാക്കി വെച്ച ശേഷം നമുക്കിതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായി ഞാനിവിടെ ഒരു ഉണ്ണിയപ്പ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലെ കുഴിയിലെല്ലാം ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം ഇതേപോലെ ഒരു ചെറിയൊരു സ്പൂണ് വെച്ച് അതിലോട്ട് മാവെല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഉള്ളെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി കിട്ടണം. 2 സൈഡ് നന്നായി കളറെല്ലാം ചേഞ്ച് ആയി ഉള്ളെല്ലാം നന്നായി കുക്കായ ശേഷം മാത്രമേ ഇത് നമുക്ക് എടുത്ത് മാറ്റാവൂ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ റെസിപ്പിയും കൂടി തയ്യാറായിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ടിഫിൻ ബോക്സിലോട്ട് സെർവ് ചെയ്ത് അതിലോട്ട് ആവശ്യത്തിന് കുറച്ച് ചമ്മന്തിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ദോശമാവും കൊണ്ട് ഇഡ്ഡലിയും ദോശയും തയ്യാറാക്കുന്നത് പോലെ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനി അടുത്തതായി സാൻഡ്വിച്ചാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഒരു ബൗളിലോട്ട് ഞാൻ ആവശ്യത്തിന് കാബേജ്, ഒരു 2 ക്യാരറ്റ് സ്ലൈസ് ചെയ്തതും പിന്നെ ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ആവശ്യത്തിന് മയോണൈസ്, അതായത് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ മയോണൈസാണ് ചേർക്കുന്നത്. കാബേജ് എല്ലാം ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി മയോണൈസ് എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മയോണൈസ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുത്ത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള ബ്രെഡാണ്. സാൻഡ്വിച്ചിനുള്ള ബ്രെഡ് എടുത്ത് വെച്ച ശേഷം ഞാനിവിടെ ഒരു ടോസ്റ്റർ എടുത്തിട്ടുണ്ട്. ടോസ്റ്ററിൻ്റെ ഉള്ളിലായിട്ട് ഞാനിവിടെ ഒരു ഓയിൽ ബ്രഷ് വെച്ച് നന്നായിട്ടൊന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബ്രെഡ് എടുത്ത് ആ ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ മയോണൈസിൻ്റെ കൂട്ടും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് ആവശ്യത്തിന് ചീസും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മൊസറല്ല ചീസാണ് ഇട്ട് കൊടുത്തത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണോ ആ ചീസ് തന്നെ മതിയാകും. ചീസെല്ലാം നന്നായിട്ടൊന്ന് തയ്യാറാക്കിയ ശേഷം
അതിൻ്റെ മുകളിലായി ഞാനൊരു വേറൊരു ബ്രെഡും കൂടി വെച്ച് നോർമലി സാൻഡ്വിച്ച് തയ്യാറാക്കുന്നത് പോലെ ടോസ്റ്ററിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു ബ്രെഡ് എടുത്ത് നേരത്തെ തയ്യാറാക്കിയ അതേ രീതിയിൽ തന്നെ ഞാനിവിടെ റെഡിയാക്കുന്നുണ്ട്. ആവശ്യത്തിന് ചീസും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ചീസ് ഞാനിവിടെ കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം കുട്ടികൾക്ക് ഇത് ക്ലാസ്സിലോട്ട് കൊണ്ടുപോകേണ്ടതല്ലേ. അപ്പോഴേക്കും നന്നായിട്ട് അതൊന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ടാകും. ഇനി ആ 2 ബ്രെഡിൻ്റെ മുകളിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് കൂടുതലായാൽ നമുക്ക് ടേസ്റ്റും അതേപോലെ തന്നെ ഒന്ന് കൂടുതലായി കിട്ടും. എന്നും സ്കൂളിലോട്ട് ചോറ് കൊടുക്കുന്നതിന് പകരമായി ഇടയ്ക്കൊന്ന് ഇതേപോലെയൊക്കെ ഒന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്തായാലും അവർ ലഞ്ച് ബോക്സ് ഫുള്ളായിട്ട് തന്നെ ഒന്ന് കഴിച്ചിട്ട് വരും. ചെറിയ കുട്ടികളാണ് ഭക്ഷണം കഴിക്കാൻ അധികവും മടിയുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഓരോ ദിവസവും ഓരോന്നായി തയ്യാറാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യും. അവർ ടിഫിൻ ബോക്സ് ഫിനിഷ് ചെയ്തിട്ടും ഉണ്ടാകും. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഡെയിലി ഒരേ ഫുഡ് തന്നെ കൊടുത്താൽ അവർക്ക് കാണുമ്പോൾ തന്നെ അതൊരു ബോറടി ആയിരിക്കും. സാൻഡ്വിച്ച് തയ്യാറാക്കി ഒന്ന് കട്ട് ചെയ്ത് ഞാനിവിടെ ടിഫിൻ ബോക്സിലോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളിതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തതായി ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചപ്പാത്തി വെച്ചുകൊണ്ട് ഷവർമയാണ്. ചപ്പാത്തി ഷവർമ നമുക്കതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ബൗൾ വെച്ച് ഒരു 2 ക്യാരറ്റ് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് ക്യാപ്സിക്കം. ഒരു ക്യാപ്സിക്കം എടുത്ത് അതും ഇതേപോലെ തന്നെ കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ക്യാബേജ്, ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 3 ടേബിൾ സ്പൂൺ മയോണൈസാണ് ഇനി വേണ്ടത്. 3 ടേബിൾ സ്പൂൺ മയോണൈസും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. മയോണൈസ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഇനി കുറച്ചും കൂടി ഒന്ന് ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മയോണൈസും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് കൂടുതലായി തോന്നിയാൽ നമുക്ക് കുറച്ചുകൂടി മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. മയോണൈസ് എല്ലാം ആഡ് ചെയ്ത് നന്നായിട്ട് എല്ലാ വെജിറ്റബിൾസിലോട്ടും വരുന്ന രീതിയിൽ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇനി അതെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തി, ഞാനിവിടെ ആവശ്യത്തിന് ചപ്പാത്തി ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്ത് വേറൊരു പ്ലേറ്റിലോട്ട് ഒരു ചപ്പാത്തി ഇതേ രീതിയിൽ ഒന്ന് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊന്ന് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് നന്നായിട്ട് ആ ചപ്പാത്തിയുടെ ഉള്ളിലായി എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. സോസ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ ഒരു സൈഡിലായിട്ട്, അതായത് ചപ്പാത്തിയുടെ ഒരു സൈഡിലായിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ നമുക്ക് ആ മയോണൈസിൻ്റെ കൂട്ടൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ഒന്ന് പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ തന്നെ നമ്മുടെ ചപ്പാത്തി ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ടാകും. ഇനി അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ചപ്പാത്തി ഷവർമയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. എല്ലാ ചപ്പാത്തികളും ഇതേപോലെ തന്നെ നമുക്കൊന്ന് റെഡിയാക്കിയെടുത്ത് ഒന്ന് ഷവർമ ഷേപ്പിലോട്ട് ആക്കിയെടുക്കാം. തീർച്ചയായും ഇത് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു ചപ്പാത്തി ഷവർമയാണ്. അതേപോലെ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികളെല്ലാം ഇത് തീർച്ചയായും കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കിയാൽ കുട്ടികളുടെ വയറ്റിലോട്ട് വെജിറ്റബിൾസ് പെടുകയും ചെയ്യും. നമുക്ക് സ്കൂളിലോട്ട് ഓരോ ദിവസം വെറൈറ്റി ആയിട്ട് ഓരോന്ന് കൊടുത്ത മാതിരിയും ആകും. ഇതാ ഞാനിവിടെ ചപ്പാത്തി എല്ലാം റെഡിയാക്കി, ചപ്പാത്തി ഷവർമയെല്ലാം റെഡിയാക്കി ഇതാ ഒരു ടിഫിൻ ബോക്സിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഞാനിവിടെ ഒരു 4 ചപ്പാത്തി ഷവർമ ടിഫിനിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഒരു ചപ്പാത്തി ഇതേപോലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ക്ലാസ്സിലോട്ട് പോയി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനാണെങ്കിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ അവർക്ക് ഷെയർ ചെയ്യാനും നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ 4ാമത്തെ ടിഫിൻ ബോക്സ് റെസിപ്പിയും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്കും കുട്ടികൾക്ക് എന്താണ് കൊടുത്തു വിടേണ്ടതെന്നുള്ള ഒരു ടെൻഷനും വേണ്ട. നമ്മുടെ അടുത്തൊരു ദോശ ബാറ്റർ ഉണ്ടെങ്കിൽ തന്നെ അതുകൊണ്ട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമുക്ക് തയ്യാറാക്കാം. അതേപോലെ ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നേക്കരുത്.